ചേട്ടൻ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം അടുത്ത്. കൊച്ചിനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സ്നേഹിക്കണം. ഒന്നീ ചേട്ടൻ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ അച്ഛ, അല്ലെങ്കിൽ മമ്മി. നമ്മുടെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇരുന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കണം. നാളെ എക്സ്റേ ഇത് അടച്ചിരിക്കുന്നതാണ് ഫ്രണ്ട്സ്. ചൊവ്വാഴ്ച തുറക്കത്തുള്ളൂ. അവിടെ 2-3 ദിവസം അടപ്പാണ് കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച വല്ല പോവാം. ഒരു ഉമ്മൻ കൊടുത്തേ പൊന്നു ചേട്ടക്ക്. ചേട്ടക്ക് ഒരു ഉമ്മൻ കൊടുത്തേ. നീങ്ങി ഇരിക്കാതെ ഒരു ഉമ്മൻ കൊടുക്ക. എത്തി വലിഞ്ഞൊരു ഉമ്മൻ കൊടുക്ക പൊന്നോ. എത്തി വലിഞ്ഞൊരു ഉമ്മൻ കൊടുത്തേ. നിങ്ങൾ എത്തി വലിഞ്ഞൊരു ഉമ്മൻ കൊടുത്തേ പൊന്നോ. പൊന്നിച്ചു സ്കുബിച്ചു സ്കുബ്. എങ്ങനെ ദീപക്കിന് ടാറ്റ കൊടുക്കണമെന്ന് അത് പറയാൻ പറഞ്ഞടാ പൊന്നു. ദീപക്കിന് എങ്ങനെ ടാറ്റ കൊടുക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തേ ചേട്ടക്ക്. ദീപക്കിന് എങ്ങനെ ടാറ്റ കൊടുക്കുന്നതെന്ന് കാണിച്ചേ. അപ്പോൾ ഒന്ന് കയറി നിന്ന് ദീപക്കിന് എങ്ങനെ ടാറ്റ കൊടുക്കണം പൊന്നു. ടാറ്റ കൊടുക്കുന്നതെന്ന് അച്ഛച്ചേട്ടക്ക് കാണിച്ചു കൊടുത്തേ. എങ്ങനെ പൊന്നു എങ്ങനെ ടാറ്റ കണ്ടോ ടാറ്റ കൊടുക്കുന്നത്? കണ്ടിച്ച് കണ്ടോ? ഒന്നും കൂടെ ടാറ്റ കൊടുക്കുക. ദീപക്കിന് എങ്ങനെ ടാറ്റ? ദീപക്കിന് അച്ഛച്ചേട്ടക്ക് കാണിച്ചോട് ചേട്ടക്ക് കാണിച്ചോട് അച്ഛച്ചേട്ടക്ക് ടാറ്റ. ഓ അവനെ സ്നേഹിക്കുന്നതാണ് മുന്നിൽ. ചേട്ടാ എന്നെ സ്നേഹിച്ചോണ്ടിരിക്കേട്ടാ, എന്നെ സ്നേഹിച്ചോണ്ടിരിക്കേട്ടാ എന്നാണ്. ടാറ്റ പറ പൊന്നു. എങ്ങനെ ചേട്ടക്ക് കാണിച്ചോട് ടാറ്റ 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 കാണിച്ചോട്. ആ കണ്ടാ കൊച്ചിന് എല്ലാം അറിയാടാ. ചേട്ടൻ പോകുമ്പോഴും ഇങ്ങനെയല്ലേ പൊന്നു ടാറ്റ കാണിക്കുന്നേ? ആ ചേട്ട അച്ഛച്ചേട്ടൻ പോകുമ്പോഴും ടാറ്റ കാണിക്കുന്നത്. ആ ടാറ്റ ദേ പിന്നെ കയറി. ഇപ്പം ചേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ കേട്ടല്ല നീ. സ്ലിപ്പാണത് കണ്ട. കളി അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ്. എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ടോ ചേട്ടൻ്റെ കൂടെ അവൻ കളിച്ചോളൂ. അവന് ചേട്ടൻ മതി കളിക്കാൻ. കളിക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് പോകും. ചേച്ചിയുടെ അടുത്ത് കളിക്കാൻ പോവില്ല. ചേച്ചിക്ക് ഉമ്മ കൊടുക്കലാണ്. ഷീറ്റ് ഒരു നേരാമണ്ണം കിടക്കൂല. ഷീറ്റ് എങ്ങനെ വിരിച്ചിരുന്നാൽ. ചേട്ടാ പോയാ കളിച്ച പൊന്നിനോട് കളിച്ച പിന്നെ നോക്കണ ചേട്ടാ എന്നടി കളിക്ക് ചേട്ടാ എന്ന് നോക്കണ. അതാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. മോൻ ചാടി പിടിക്ക്. ആ ചാടി പിടിച്ചേ. ക്യാരറ്റ് എടുത്ത് കണ്ടോ ചാടി പിടിക്കേ പൊന്ന്. അത് സ്കൂബിയും ചേട്ടനും ഉണ്ടെങ്കിൽ ഒരു സമയവും നേരാവണ്ണം കിടക്കൂല എന്ന് വിചാരിക്കേ വേണ്ട. നിങ്ങൾ 2 പേരും ഉണ്ടെങ്കിൽ ഈ ഷീറ്റ് നേരാവണ്ണം കിടക്കൂല, കിടക്കത്തേ ഇല്ല എത്ര വിരിച്ചിരുന്നാലും. ആ നാലും ചേട്ടൻ തൂക്കിയെടുത്ത്
അയ്യോ, ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയത് വേണ്ട. തൂക്കിയെടുക്കാൻ ചേട്ടനൊക്കെ പറ്റുള്ളൂ കേട്ടാ, മമ്മിക്ക് പറ്റൂല തൂക്കിയെടുക്കാൻ നിന്നെ. കടന്നുപോയി. കയറി ഉമ്മ കൊടുത്തേ മോനെ, ഒരു ഉമ്മ കൊടുത്തേ. സ്കൂബി കയറി. ആ, ഒരു ഉമ്മ കൊടുക്ക, ഒരു ഉമ്മ കൊടുക്ക, ഒരു ഉമ്മ കൊടുക്ക. ആണ്ടോ, ഇവിടെ വാ, അവിടെ പോ. മോളിക്കേറ് എന്നിട്ട് ഒരു ഉമ്മ കൊടുക്ക. പാവങ്ങളല്ലേടാ, പഞ്ചപാവ. ആ കണ്ട, ഇനി ആ കൈ കൊടുക്ക, ആ കൈ കൊടുക്ക, ആ കൈ അടിച്ച് ചേട്ടൻ്റെ അടുത്ത്. സ്കൂബ് ആ കൈ. ആ അത് കണ്ടോ ചേട്ടനോട്. എവിടെ ഒന്നും കൂടെ. ആ ആ കൈ കൊടുക്ക, ആ കൈയിൽ കൊടുത്ത്. ആ കണ്ട, ചേട്ടൻ പറഞ്ഞ അവനെ എല്ലാം അനുസരിക്കുന്ന വേണ്ട. വെള്ളം വേണ്ടേ, കുറേ നേരമായല്ലോ കളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോട്ട് പോയിട്ട് എന്താണ്, പെഡിഗ്രി കഴിച്ചു, മെഡിസിൻ കഴിച്ചോ. ഇപ്പം നാളെ എക്സ്റേ എടുക്കാൻ പോണ്ട. അവിടെ ഇനി ബുധനാഴ്ച പോയാൽ മതി, ചൊവ്വാഴ്ച വരെ അവധിയാണ് കേട്ടോ പൊന്നോ. കണ്ടോ ചേട്ടൻ്റെ കൂടെ മര്യാദക്കൊക്കെ കളിച്ചത് കണ്ടോ. ഇവൻ ചേട്ടൻ്റെ കൂടെ മര്യാദക്ക് ഇരിക്കും കേട്ടോ. അവന് അറിയാം ചേട്ടനാണാണ്, അപ്പോൾ ചേട്ടൻ്റെ കൂടെ കളിക്കണ്ടേ. ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ കളിക്കാൻ പോവില്ല. പോയാ പൊന്നോ. ചേട്ടൻ വരും കേട്ടോ, പുറത്ത് പോയിട്ട് വരും. ഇനി പുറത്ത് പോയി കുറച്ച് നേരം അടിക്കാൻ പോണ ചേട്ടൻ കൂട്ടുകാരായിട്ട്. അത് കഴിഞ്ഞിട്ട് വരും, കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ക്ലബിൻ്റെ അവിടെ നിന്നിട്ട് വരും. നമുക്ക് ബുധനാഴ്ച പോവാട്ടാ. പോയി എക്സ്റേ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും എടുക്കാം. ചെക്കപ്പൊക്കെ ചെയ്യണ്ടേ, എല്ലാ ചെക്കപ്പൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അവിടെ ബുധനാഴ്ച തുറക്കുള്ളൂ എന്ന്. ചേട്ടാ പോയി നോക്കിയിട്ട് വന്നവിടെ. വായ അടച്ചു പിടിക്കുക പൊന്നോ. എന്തിനിങ്ങനെ വായി തുറന്ന് വെച്ചേക്കടേ, വായ അടച്ചു പിടി. വായ അടച്ചു പിടിയടാ. ഹലോ. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പുറത്തെ കൈയുണ്ട്. ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. എങ്ങനെ ദീപക്കിൻ്റെ ടാറ്റ പറയുന്നത് പൊന്നു? എങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ടാറ്റ ഒന്ന് കാണിച്ചു കൊടുത്തേ. ദീപക്കിന് എന്നെ ടാറ്റ കൊടുക്കുന്നേ. ചേട്ട പോകുന്നുണ്ട്, ശ്രദ്ധിക്കണം. കണ്ട പോയി ചേട്ട. ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അതിൽ നോക്കണം. ഇവൻ ഇവിടെ നിന്ന് നോക്കുന്നു. അച്ഛൻ പുറത്ത് പോയപ്പോൾ ഇവന് ആരെങ്കിലും വന്നു റൂമിൽ ചെന്ന് നോക്കുന്നു, ആ റൂമിൽ നോക്കുന്നു, സ്റ്റെപ്പിൻ്റെ അവിടെ നോക്കുന്നു. എൻ്റെ വീട്ടിൽ ആര് വന്നു ഇത്ര ധൈര്യത്തോടെ? അച്ഛൻ പുറത്തേക്ക് പോയതാണ്, മണപ്പിച്ച് നോക്കുന്നു. പോയി ചേട്ട പുറത്ത് ക്ലബിൻ്റെ അവിടെ പോയിട്ട് വരുമോ. എൻ്റെ പൊന്നോ, അമ്മ പറയുന്ന ഒന്ന് കേക്കടാ. മമ്മ ഇങ്ങനെ വർത്താനം പറഞ്ഞ് വിളിച്ച് ചത്തു പോവുകയുള്ളൂ. എങ്ങനെയാണ് ഒന്ന് ടാറ്റ പറഞ്ഞേ. ടാറ്റ. പോയി ചേട്ട പോയി നോക്കണ്ട. ചേട്ടനെയാണ് ഈ നോക്കണം കേട്ടോ അവൻ. അമ്മയുടെ പൊന്നല്ലേടാ. ചേട്ടാ അങ്ങോട്ട് പുറത്തേക്ക് പോയി, ക്ലബിൽ പോയി. കോശിക് ഭയ്യയുടെ അടുത്ത് പോയി. കോശിക് ഭയ്യ കഹാ ഹേ? കോശിക് ഭയ്യ അവിടെ ഇല്ല. ചേട്ടാ അവിടെ ഇല്ല, പോയെന്ന്. പോയി കണ്ടോ. ഒന്ന് ചെന്ന് നോക്കണമൊക്കെ. ചേട്ടനെയാണ് ഒളിഞ്ഞു നോക്കണേ ചേട്ടാ പോയോന്ന്. പോണോ പൊന്നിന് പുറത്തേക്ക് പോണോ? നോക്കിയിട്ട് വാ. ചേട്ടാ പോയോന്ന് നോക്കിയിട്ട് വാ. നോക്കിയിട്ട് വാ. ചേട്ടാ പോയാ നോക്കി നോക്കുന്നത്. അവിടെ ചെന്ന് നോക്കുന്നതാണ് കേട്ടോ. ചേട്ടാ പോയോന്ന് നോക്കുന്നത്. അപ്പം ചേട്ടാ അവിടെ പോയപ്പോൾ കാണാനില്ല. അപ്പം ഈ വാതിലിൽ വന്ന് നിൽക്കുന്ന നോക്കിയേ. എവിടെ പോയി ചേട്ടാ? ലൈറ്റ് ഇടട്ടെ മമ്മ. എവിടെ പോയി ചേട്ടാ? പോയാ? അവിടെ ചെന്നൊക്കെ നോക്കി, ഹോളിലൊക്കെ ചെന്ന് നോക്കിയിട്ട് ഓടി വന്ന ഇത് കണ്ടോ. ഇവിടെ വന്ന് നോക്കുന്ന ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ. അവന് ചേട്ടനും ചേച്ചിയും എല്ലാവരും വേണം. ഇനി അകത്ത് കയറി ഇവിടെ ചൂട് പൊന്നാ, ഇരിക്കാൻ പറ്റൂല കോലായിൽ. പകലത്തെ വെയിലിൻ്റെ ചൂട് മൊത്തം ഉണ്ട്. അവിടെ കിടന്നോട്ട് അമ്മ ഷീറ്റൊക്കെ വിരിച്ചിട്ട് വരട്ടെ. ഷീറ്റൊക്കെ മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല. വലിയ ചേട്ടനും നീയും കൂടെ നശിപ്പിച്ച് വെക്കും. അപ്പോൾ ഫ്രണ്ട്സ് ഒന്ന് ജനലൊക്കെ തുറന്നിട്ടു കേട്ടോ. ഇന്നലെ ഇവിടെ ഒരു ഭയങ്കര കാറ്റുണ്ടായി, ചെറിയൊരു ചാറ്റമഴ. ചിലപ്പോൾ സൗത്ത് സൈഡിലൊക്കെ ഇച്ചിരി മഴ, ഈഡൻ ഗാർഡനിലൊക്കെ ഇന്നലെ ക്രിക്കറ്റ് കളി നിർത്തി വെച്ചെന്ന് പറഞ്ഞു, നല്ല മഴ പെയ്തിട്ട്. പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് നല്ല മഴ പെയ്തിട്ടില്ല, പക്ഷേ കാറ്റുണ്ടായി കേട്ടോ. ഒരു ചെറിയ ചാറ്റമഴ വന്ന് പോയി. അത് ചൂട് കൂടാനാണ്, അല്ല വേറെ ഒന്നുമല്ല.
പക്ഷേ ഇന്നത്തെ ന്യൂസിൽ കേട്ടു ഈഡൻ ഗാർഡൻ്റെ അവിടെയൊക്കെ അതായത് ക്രിക്കറ്റ് ഒക്കെ നിർത്തി വെച്ചു എന്ന് പറയുന്നുണ്ടായി. നല്ല മഴയത് അവിടെ ആ സൈഡിൽ പെയ്തു, സൗത്ത് സൈഡിലൊക്കെ. നമ്മുടെ ഈ നോർത്ത് സൈഡിലൊന്നും പെയ്തൊന്നുമില്ല. പിന്നെ അതേ മോനിവിടെ കിടക്കണ്ട കേട്ടോ. ഞാൻ ഷീറ്റ് മാറാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ അവനോട് താഴെ കിടക്കടാന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന കേട്ടോ. അല്ല അനുസരണയുണ്ട്. എൻ്റെ പൊന്നു മമ്മിയെ സഹായിച്ചു തരുമോ? ദീപക്കില്ല. അടിച്ചു വാരണം, തുടക്കണം, ഷീറ്റ് മാറ്റണം. അച്ഛൻ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ സാധനങ്ങളൊക്കെ കഴുകി ഫ്രിഡ്ജിൽ വെക്കണം. മാർക്കറ്റിലെ സാധനങ്ങൾ കഴുകണം. പൊന്നിനി ഇറച്ചി ഉണ്ടാക്കണം. അപ്പോൾ ഇവനെ ഞങ്ങൾ ഇന്ന് കൊണ്ടുപോകാൻ പോയപ്പോൾ ഇന്നലെ മോൻ പറഞ്ഞു അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ചൊവ്വാഴ്ച തുറക്കത്തുള്ളൂ കേട്ടോ. അവിടെ 2-3 ദിവസം അവധിയാണ്, എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെയാണ്, ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ച് ഒരു 10 മിനിറ്റ് ദൂരമാണ് കേട്ടോ. അപ്പോൾ അത് ഇനി ചൊവ്വാഴ്ച കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവരിപ്പോൾ വലിയ ഇതൊന്നും ഇല്ലല്ലോ, അപ്പോൾ പതുക്കെ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് പുള്ളി താഴെ കിടക്കണം. അപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് വിരിക്കട്ടെ. ഷീറ്റൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന ഞാൻ. മമ്മിയെ സഹായിക്കണ്ട, വാലാട്ടണം കണ്ടില്ലേ? മമ്മിയെ സഹായിക്കണ്ട, മമ്മി ചെയ്തോളാം. എൻ്റെ പൊന്നു മമ്മിയെ മമ്മിക്ക് ഒന്നും ചെയ്തു തരാൻ നിൽക്കണ്ട. എൻ്റെ പൊന്നു പാവമല്ലേ, ഇവിടെ കിടന്നോട്ടെ. എന്തിനല്ലേ അവർ ചെയ്യുന്നത് നമുക്ക് അങ്ങനെയൊക്കെ? നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരോ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടു കേട്ടോ. അതായത് ഇവൻ്റെ അച്ഛനാ ഗ്രില്ല് തുറക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് ഈ റൂമിൽ നിന്ന്, ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, റൂമിൽ നിന്ന് സകല റൂമ്, മോളുടെ റൂമ്, സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ചെന്ന് നോക്കുന്നു. അങ്ങനെ നമുക്ക് കാവലായിട്ട് തന്നെ അവർ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നതിന് ഭയങ്കരമായിട്ടുള്ള ഒരു സേവനമാണ് എന്നെ സംബന്ധിച്ച് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ അവർ വേറെ ഒന്നും എനിക്ക് ചെയ്തു തരണ്ട. എന്നെ ഒന്ന് തൊടാനോ അല്ലെങ്കിൽ എൻ്റെ മക്കളെ തൊടാനോ എൻ്റെ ഹസ്ബൻഡിനെ തൊടാനോ പുറത്തുള്ള ഒരു പാറ്റയോ ഒരു ഈച്ച പോലും ഇവിടെ വരത്തില്ല പേടിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയും സ്നേഹമൊക്കെയാണ്. പക്ഷെ പരിചയമില്ലാത്തവർ ആരും ഗേറ്റിൻ്റെ അവിടെ വരുന്നതോ അല്ലാതെ ഈ പാട്ടവറക്കാരോ അങ്ങനെയൊന്നും കയറി വരൂല. അവൻ നിർത്തിക്കൂല കേട്ടോ. കാരണം ഞങ്ങളെ 4 പേരും ഭയങ്കര സെക്യൂരിറ്റിയാണ് അവൻ. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അവൻ്റെ സ്നേഹം എന്ന് പറയുന്ന അതാ. ഒരാൾ വന്നിരുന്നാലും അവൻ, അതുപോലെ ബ്ലഡ് ചെക്കപ്പ് ചെയ്യാൻ ആൾക്കാർ വരെ ഹസ്ബൻഡിനൊക്കെ. അപ്പോൾ അവർക്കൊക്കെ പേടിയാണ്. അപ്പോൾ ഇവനെ ഞങ്ങൾ ഈ റൂമിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞിട്ട് ഇന്നത്തെ രാവിലത്തെ പിണക്ക ബിസ്ക്കറ്റ് കഴിക്കാതിരിക്കാൻ അതാണ്. കാരണം ഇവനെ നമ്മൾ ഈ റൂമിൽ അടച്ചിട്ടില്ലേ. അപ്പോൾ ആ ചെക്കൻ പോയി പിന്നെ എന്നെ ആ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് പോയ പിന്നെ അവൻ എൻ്റെ റൂമിൽ, ഇപ്പോഴത്തെ ചേട്ടൻ്റെ റൂമിൽ, ചേച്ചിയുടെ റൂമിൽ ഓടി നടന്ന് മണപ്പിക്കുന്ന അവന്. അതൊക്കെയാണ് അവൻ. മുകളിൽ ചെന്ന് നോക്കും, താഴെ ചെന്ന് നോക്കും, ആരാ വന്നത്, ആ സ്മെല്ല് മണപ്പിക്കുക. അവന് ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടോ ഞങ്ങൾക്ക്. അത് മാത്രം മതി നമുക്ക്. നമ്മളെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് അവൻ. അല്ലേ പൊന്നു? അല്ലാതെ എൻ്റെ പൊന്നു ഒന്നും ചെയ്യണ്ട. എൻ്റെ പൊന്നു ഒന്നും ചെയ്യണ്ട. ഒരു കള്ളനോ ഒന്നും ഇവിടെ വരൂല. ഇല്ല പൊന്നു? ഇവിടെ പൊന്ന് എല്ലാം അറിയാം, അവന് എല്ലാ ഭാഷയും അറിയാം. അത് ഞാൻ കഴിഞ്ഞോ എൻ്റെ പണിയെന്നാണ്. ഇല്ല മമ്മി ചെയ്തിട്ടില്ല. മമ്മി ഈ പിള്ളയും കൂടെ കവർ ഇടട്ടെ. അപ്പോൾ അച്ഛൻ മാർക്കറ്റിൽ പോയിരിക്കുന്നു, ചേട്ടൻ പുറത്തോട്ട് പോയി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ കോഴി അടയിരിക്കുന്ന പോലെ എല്ലാവരും കൂടെ ഈ ബെഡിൽ കയറിയിരിക്കും. പിന്നെ ഷീറ്റ് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ നോക്കുന്നതാണ്, കയറാൻ വേണ്ടിയാണ് കേട്ടോ. ഷീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ അവനൊന്ന് കയറി ഇതിൻ്റെ മുകളിൽ കിടക്കും. അതിനാണ് അവൻ നോക്കുന്നത്. മമ്മി മാറ്റട്ടേട്ടാ, തലേണി കുറേയും കൂടെ മാറ്റട്ടേട്ടാ, എന്നിട്ട് നമുക്ക് കയറാം. നമ്മുടെ പൊന്നല്ലേ. നീ അമ്മയ്ക്ക് അടിക്കണം, തുടക്കണം, ഇത്തിരി പണിയുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി വന്നു ഫ്രണ്ട്സ്. ദീപക്കില്ലല്ലോ. കയറിക്കോ. ഹൈകച്ചേ കയറി ഹൈകച്ചിട്ടോ. ബാ കഴിഞ്ഞ് ഇവിടെ വന്ന് കിടക്ക്. ബാ ഇവിടെ വന്ന് വന്നേ. ബാ കയറിക്കോ. കയറിക്കോ. കയറ് വന്നേ. ഞാനേ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് അവൻ കഴിഞ്ഞു എന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കയറാൻ വേണ്ടി. അവൻ്റെ ടോയ്സ് ഇട്ട് കൊടുത്ത് അവൻ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നോള്. പണിയൊക്കെ ഉണ്ട് എനിക്ക്, തൂക്കാനും തുടങ്ങുന്നത്. സൺഡേ അല്ലേ. ഇന്ന് നമ്മുടെ വേസ്റ്റ് വണ്ടിയിൽ നിന്ന് വരൂല കേട്ടോ. അപ്പം ഞങ്ങൾ നമ്മുടെ ഹസ്ബൻഡ് 5 മണിക്കൊക്കെ എണീറ്റ് ഇവനെ മോർണിംഗ് വാക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ട് യോഗയൊക്കെ ചെയ്തിട്ട് പിന്നെയും കിടന്നുറങ്ങി. സൺഡേ അല്ലേ. അപ്പോൾ ഇന്ന് പുള്ളിക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് ചായ 8 മണി കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഒന്ന് ഇച്ചിരി നേരം കിടന്നു കേട്ടോ. 5:30 മണിക്കൊക്കെ എണീക്കേണ്ട ഞാൻ ഇച്ചിരി 6 മണിയായിപ്പോയി. സൺഡേ അല്ലേ എന്ന് വിചാരിച്ചു. ദീപക്കില്ലാത്തതുകൊണ്ട് നല്ല പണിയൊക്കെ അല്ലേ.
കൈ ഭയങ്കര ഷോൾഡറിൻ്റെ അവിടെ വേദനയായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തു. ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ മോൻ്റെ ഒരു 5 കൊല്ലം 6 കൊല്ലം ആയി കേട്ടോ ഉള്ള ഷർട്ടാണേ. അപ്പോൾ ഇത് എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ഓർക്കുന്നത്? പെയിൻ്റ് അടിച്ചതാണോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലേ? അല്ല, ഇത് പെയിൻ്റ് അടിച്ചതൊന്നും അല്ല. ഇത് എൻ്റെ മോൻ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് MBA പഠിച്ചത് കേട്ടോ. അപ്പോൾ അവിടുത്തെ സെൻഡ് ഓഫൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ, അവിടെ യൂണിഫോമാണ്, എന്നിരുന്നാലും അവിടുത്തെ സെൻഡ് ഓഫൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഇത് കണ്ടോ, അവിടുത്തെ പിള്ളേരെല്ലാം കൂടെ എഴുതി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൊല്ലമായിട്ട് ഈ ഷർട്ടൊക്കെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, എല്ലാവരും ഷർട്ടിൽ എഴുതിയൊക്കെ കൊടുക്കുമല്ലോ, നമ്മൾ സ്കൂളുകളിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ അതെ. ഇത് കണ്ടോ, ഇങ്ങനെ ഓരോന്ന് അവർ ബാക്കിൽ കൊണ്ട് കേട്ടോ, കോളറിൽ വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷർട്ട് അവൻ പുന്നാര പോലെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താഴെ അലമാരിയൊക്കെ ഒന്ന് ഒതുക്കിയപ്പോൾ ഈ ഷർട്ട് കിട്ടിയപ്പോൾ അവനെ കാണിക്കാൻ വേണ്ടി ഞാനൊരു സർപ്രൈസിന് വേണ്ടി ഇവിടെ കൊണ്ടൊന്ന് ഹാങ്ങറിൽ തൂക്കിയിട്ട് അപ്പോൾ അത് സൂക്ഷിച്ച് ഇനി പൊതിഞ്ഞൊക്കെ വെക്കണം. കാരണം ഇതൊക്കെയല്ലേ അവരുടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെയല്ലേ അല്ലേ. ഇപ്പോൾ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭദ്രമായിട്ട്, ഇപ്പോൾ എൻ്റെ മോളുടെ സ്കൂളിലെ ആയാലും ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരാണ് എൻ്റെ മോളും മോനും. അപ്പോൾ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വച്ചത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ അവനെ ഒന്ന് കാണിക്കാൻ, അവന് ഒരു 5-6 വർഷമായില്ലേ, അപ്പോൾ അവനെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന് ഹാങ്ങറിൽ തൂക്കിയിട്ടു. ഇനി ഇത് മടക്കി ഒരു കവറിലാക്കി അതുപോലെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കും. അത് നമ്മുടെ അവസാനം വരെ ഇരിക്കും, അവർക്കൊക്കെ ഓർമ്മിക്കാനും ഒക്കെയുള്ള ഒരു സാധനം. ഇതുപോലെയൊക്കെ എത്ര പേര് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടാവുമല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള സ്കൂളുകളിലെ ഗിഫ്റ്റുകളും കോളേജിലെ ഗിഫ്റ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ മോൻ BCom ഓണേഴ്സ് കഴിഞ്ഞ് പിന്നെ MBAയുടെ കാറ്റൊക്കെ പാസ്സായി, അങ്ങനെയാണ് MBA പഠിക്കാൻ പൂനെയിലേക്ക് പോകുന്നത്. എൻ്റെ മോൻ്റെയും മോളുടെയും ഇതുപോലത്തുള്ള പല കാര്യങ്ങളും ഞങ്ങൾ മെമ്മറബിളായിട്ട് വച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എത്ര പേര് ഇങ്ങനെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നെന്ന് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ പഠിച്ച ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോൾ. നമ്മളും ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ ഇതെൻ്റെ മോൻ പൂനെ പഠിച്ച, അവർക്ക് പൂനെയിൽ യൂണിഫോം ആയിരുന്നു, എന്നിരുന്നാലും ഇത് എഴുതാൻ വേണ്ടി അന്നൊരു ഷർട്ടൊക്കെ ഇടുമല്ലോ. അപ്പോൾ അതൊക്കെ ഇത് കണ്ടോ, അങ്ങനെ ഇതിലൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒത്തിരി സ്റ്റുഡൻസുകളുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെയും അന്നവന് ഇത്ര വണ്ണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ഹോസ്റ്റലല്ല പുറത്ത് ആദ്യം ഹോസ്റ്റലിലാണ് ഞങ്ങൾ താമസിപ്പിച്ചതിന്. പൂനെയിൽ ഫുഡൊന്നും ശരിയാകാത്തതുകൊണ്ട് ഇവർ 3 ഫ്രണ്ട്സ് ഒരു വീട് 15,000 രൂപയുടെ വാടകയുടെ ഒരു വീട് എടുത്തിട്ട് 3 പേര് ഷെയർ ചെയ്ത് വാടക കൊടുക്കും. പിന്നെ വെള്ളത്തിൻ്റെ, ഗ്യാസിൻ്റെ, പിന്നെ അവിടുത്തെ പണിക്കാരിയുടെ, അങ്ങനെയൊക്കെ ഇവർ പുറത്തൊരു ഫ്ലാറ്റ് എടുത്താൽ താമസിച്ചത് കേട്ടോ. 3 ഫ്രണ്ട്സ്. ആ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരാറുണ്ട്. ഇവിടെയൊക്കെ അടുത്തുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നെ, ചെറുപ്പത്തിലേ അറിയാമെന്നുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ മക്കളാണ്. അപ്പോൾ അങ്ങനെ പൂനെയിലാണ് എൻ്റെ മോൻ MBA പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. തന്നെ അവിടെ നിന്ന് ബാങ്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി, ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായി. ബാങ്കിലല്ലാത്ത ജോലി കിട്ടേണ്ട ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായി. ഇപ്പം പ്രസിഡൻ്റായിട്ട് ആദ്യം HDFCയിലാണ് കയറിയത്, പിന്നെ ഇപ്പോൾ ഇൻഡസ്ലാൻഡ് ബാങ്കിലെ പ്രസിഡൻ്റാണ് കേട്ടോ. അങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടോ, ഇതൊക്കെ നമുക്ക് മനം കോരി തരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാനിതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് മടക്കി ഇനി നല്ല കവറിലാക്കി ഇതൊക്കെ നമ്മൾ സ്കൂളിലെ ആയിരുന്നാലും കോളേജിലായിരുന്നാലും ഇതുപോലെ കുറേ ഗിഫ്റ്റൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. മോളുടെയും മോൻ്റെയൊക്കെ അവർ സൂക്ഷിച്ച് വെക്കും കേട്ടോ ഇതുപോലെ. അപ്പം ഞാനിത് ഹാങ്ങറിൽ തൂക്കി ഒരു ദിവസം അവനെടുത്ത് കാണിച്ചു കൊടുത്തു, നിനക്കൊരു സർപ്രൈസ് വേണ്ടേ, നിനക്കിഷ്ടം. അവൻ ഇതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ചെയ്യും, മമ്മി ആ ഷർട്ട് എന്തി, അമ്മി ആ ഷർട്ട് എന്തി എന്ന്. മക്കളൊക്കെ ഇതൊക്കെ അവസാനം വരെ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ആണതേ കണ്ടോ, ബോളിൻ്റെ മുള്ളൊക്കെ കടിച്ച് ഒരു വിധം അതേ
ഇത് കണ്ടില്ലേ, ക്യാരറ്റ് ബോണിത് ചെറിയ ബോണാണെങ്കിൽ കടിക്കാൻ പറ്റാത്ത ബോൺ ഇങ്ങനെയാക്കി കളിച്ചോണ്ട് വരുന്നോട്ട് മമ്മി അടിച്ച് തുടച്ച് വരാട്ട്. അവിടെ കിടന്നോ, താഴേക്ക് ഇറങ്ങരുത് മാമി തുടക്കുന്നു കേട്ടാ, അവിടെ ഇരുന്നോണം, അല്ലെ കാല് കൈയൊക്കെ ചീത്തയാവും കേട്ടാ. അമ്മി അടിച്ച് തുടച്ചിട്ടൊക്കെ വരാം, അല്ലെ കൈയൊക്കെ ചീത്തയാവും. അവിടെ കിടന്നോണം, നല്ല കുട്ടിയായിട്ട് കിടന്നോണം കേട്ടാ. ആ ശരി. കെനാൽ വാഷിട്ടാണ് വീട് തുടക്കുന്നത് കേട്ടോ. ലൈസലും ഡെറ്റോളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല എൻ്റെ മോനെ കാരണം. എന്നാൽ മോന് ഈ അലർജി വരുന്നുള്ളതുകൊണ്ട് പല രീതിയിലും അലർജി വരാം. അവർ നക്കിയിട്ട് വരാം, അവരുടെ ആ ഒരു തുപ്പൽ അങ്ങനെ വന്നിട്ട് വരാം, വെറ്റിൻ്റെ ഇത് കൊണ്ട് വരാം. പിന്നെ എന്ന് വിചാരിച്ച് പല രീതിയിലും ഞാൻ മാറ്റി പിടിക്കുന്നുണ്ട് കേട്ടോ. അവന് ഈ അലർജി ഈ കയ്യിൽ വർഷത്തിലൊരിക്കൽ വരും. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞാൽ അത് വർഷത്തിലൊരിക്കൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇതിട്ടാണ് ഞാൻ വീട് തുടക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ 1 വർഷമായിട്ട് ഇതാണ് ഇപ്പോയിട്ട് വീട് തുടക്കുന്നത്, കെനാൽ വാഷ്. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു കേട്ടോ, ഈ അലർജി പോകാൻ ഈ ബ്ലഡ് വല്ലത് ചെക്ക് ചെയ്തിട്ട് ബ്ലഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണമെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ അതങ്ങനെയല്ല, ഇത് ലാബിന് അങ്ങനെ വരുന്ന ഒരു ഡിസീസാണ്. ഇത് ഒരു ടൈമിന് വന്നുകൊണ്ടിരിക്കും. ചില ലാബിന് ഇവനിപ്പോൾ 5 വയസ്സായില്ലേ, ഒരു പ്രായമാകുമ്പോൾ ഇത് വന്നുകൊണ്ടൊക്കെ ഇരിക്കും ഇങ്ങനെ പല അസുഖങ്ങളും എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. ഡോക്ടർ ചിരിച്ചു, ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടലി ഈ അലർജി പോകുമല്ലോ. പക്ഷെ ഇത് വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഒരു സീസൺ ടൈം ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവനെ കാരണം ഞാനിപ്പോൾ ഈ ലൈസൽ ഡെറ്റോൾ ഇതൊന്നും തുടക്കാറില്ല. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് കെനാൽ വാഷാണ് ഉപയോഗിക്കുന്നത്. പെറ്റ് കടയിൽ നിന്ന് നിങ്ങൾ എൻ്റെ പെറ്റ് കടയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട്. കെനാൽ വാഷ് പെറ്റുള്ള വീട്ടിലൊക്കെ ഇത് തുടക്കണമെന്ന്. അപ്പോൾ അതിട്ടാണ് ഞാൻ തുടക്കുന്നത് കേട്ടോ. അത് ഡോക്ടർ എഴുതി തന്നതാണ്. അപ്പോൾ അതിട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ തുടക്കുന്നത്. ഇത്രയും നമ്മൾ റെസ്ട്രിക്ഷൻ അവന് കൊടുത്തിട്ട് പിന്നെയും അലർജി വരുന്നുണ്ട് കേട്ടോ. വന്നാൽ കഷ്ടമാണ്. പിന്നെ മരുന്ന് തേക്കണം, 1 മാസത്തെ ആൻറ്റിബയോട്ടിക് കൊടുത്താലേ അത് മാറുള്ളൂ. അപ്പോൾ വീട് തുടക്കട്ടെ. അപ്പോൾ വീടൊക്കെ തുടച്ച് ലാസ്റ്റേക്ക് വെച്ചിട്ട് വേണം ഇങ്ങോട്ടൊക്കെ വരാൻ. അപ്പോൾ നമുക്ക് ദീപക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പണികൾ ഒരുപാട് നടക്കും. അതായത് കണ്ണാടിയെ തുടക്കൽ, നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ തുടക്കൽ, അങ്ങനെയുള്ള എക്സ്ട്രാ ബോക്സൊക്കെ തുടക്കലൊക്കെ. ദീപക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ പണിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഈ തൂത്ത് തുടച്ച് മുറ്റം അടിച്ച് കഴുകിയൊക്കെ വരുമ്പം തന്നെ ഒത്തിരി നേരമാവും. എല്ലാം ഓൾ ഇൻ ഓളായിട്ട് ചെയ്യണ്ടേ, ഭക്ഷണം വെക്കലും തൂക്കലും തുടക്കലും ഒക്കെ. അച്ഛൻ വരണുണ്ടോയെന്ന് ഇവിടെ നിന്ന് ഗേറ്റ് കാണാമല്ലോ, അതായി നോക്കുന്നത്. അത് കണ്ടോ, എത്തി വലിഞ്ഞ് നോക്കുന്ന നോട്ടം കണ്ടോ ഒരുത്തൻ. അച്ഛൻ വരണുണ്ടോ എന്നാണ് ഈ നോക്കുന്നത്. അച്ഛൻ വരണുണ്ടാ? മോൻ്റെ ചിക്കനൊക്കെ കൊണ്ട് അച്ഛൻ വരണുണ്ടാ? മോൻ്റെ ചിക്കൻ കൊണ്ട് വരണുണ്ടാ? അച്ഛാ വരണുണ്ടാ? ആ മുളിയത് കണ്ടോ, വരണം കൊണ്ട് വന്നാ അച്ഛാ നോക്കും ഇങ്ങനെ. അച്ഛൻ മാർക്കറ്റിൽ പോയാൽ ഇടക്കിടക്ക് നോട്ടോണ്. അച്ഛൻ വന്നോ, എൻ്റെ ചിക്കനും കൊണ്ട് വന്നോ. ഇവിടെ നിന്ന് റോഡ് മൊത്തം കാണാം കേട്ടോ. അപ്പം ഞാൻ ജനൽ തുറന്നിട്ടാൽ ഇതാ പരിപാടി. ഇന്ന് ഇത്തിരി കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജനൽ തുറന്നിട്ടു. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു മഴക്കാറ് പോലെ വന്നു, പക്ഷെ ഇവിടെ മഴ പെയ്തില്ല. സൗത്ത് സൈഡിലൊക്കെ മഴ പെയ്തു. ഒരാളവിടെ ഒച്ചയെടുക്കുന്നുണ്ട്, നോക്കട്ടെ എന്താന്ന്. അവിടെ ഒച്ചയെടുക്കുന്നത് എന്താന്ന് നോക്കട്ടെ. അച്ഛനെയും കാത്തിരിക്കണം കേട്ടോ. അച്ഛനെയും കാത്തിരിക്കണം. അച്ഛൻ മാർക്കറ്റിൽ പോയല്ലോ. എത്ര ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. ചൂട് കൂടാൻ ഞാൻ വിയർക്കുന്ന തുടച്ച് കഴിഞ്ഞാൽ. ഇത് കണ്ടോ, അച്ഛനെയും കാത്തിരിക്കണ പൊന്ന്. അച്ഛൻ വന്ന പൊന്ന, എവിടെ ഇങ്ങോട്ട് നോക്കി. ചിക്കൻ മേടിച്ച് വന്ന പൊന്നോ അച്ഛൻ. എവിടെ മോൻ്റെ ആപ്പിൾ ചിക്കനൊക്കെ മേടിച്ചോണ്ട് വന്ന? എവിടെ? ഇന്നലെ ആപ്പിളും തൈരൊക്കെ കൊടുത്തു കേട്ടോ. രാത്രി പെഡിഗ്രി കൊടുത്തപ്പോൾ അവൻ്റെ ചിക്കൻ ഇന്നലെ തീർന്നു പോയായിരുന്നു. ഇന്ന് കൂടുതൽ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവന് പുഴുങ്ങി കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു 10 മണിയാകുമ്പോൾ അവിടെ എക്സ്റേ സെൻറ്ററിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇന്നലെ മോൻ ബൈക്കുമായിട്ട് പോയി അവിടെ ചെന്ന് പേര് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ പൂട്ടിയിരിക്കണം. അപ്പോൾ അവരിനി തിങ്കൾ ചൊവ്വാഴ്ച, അത് അവർ നമ്മളെ വീട്ടിൽ വരുന്ന ആൾക്കാരാണ് ബ്ലഡ് ചെക്ക് ചെയ്യാനൊക്കെ ഇവൻ്റെ. അപ്പോൾ ഇനി ചൊവ്വാഴ്ച ചെന്നേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് അത് അത്രയും പണിയായി. ഞാൻ ഓർക്കുകയും ചെയ്തു, ഇനി അവിടെ പോയിട്ട് വരുമ്പോൾ 2 മണിക്കൂർ ഇങ്ങനെ പോയി എങ്ങനെ ഭക്ഷണം വെക്കുമെന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം മോൻ പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ മോൻ ചൊവ്വാഴ്ചയായിട്ടോ അവധി എടുക്കണം, അല്ലാതെ ഇവനും എൻ്റെ ഒരു കൂട്ടുകാരനും ഇല്ലാതെ ഇവനെ പൊക്കിയെടുക്കാൻ പറ്റില്ല. പൊക്കി ആ ടേബിളിൽ കിടക്കണം എക്സ്റേ എടുക്കാൻ.
നമ്മൾ നോക്കേണ്ടതൊക്കെ എത്ര നോക്കാമോ അത്രത്തോളം നോക്കും, എത്ര സൂക്ഷിക്കാമോ അത്ര. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിന്നെ കൂടുതൽ നോക്കി, നിന്നെ ഒരു ചെളിയിൽ വിടുന്നില്ല, ഒരു സ്ഥലവും ഇല്ല, നമുക്ക് ഭൂമിയൊന്നുമില്ല, ഭൂമി എന്ന് പറഞ്ഞാൽ പറമ്പ് അങ്ങനെയൊന്നുമില്ല, അവിടെയൊന്നും വിടുന്നില്ല, ഒരു ചെളിയിൽ വിടുന്നില്ല, ഒരു ചീത്ത വെള്ളത്തിൽ എടുക്കുന്നില്ല. അപ്പം ഞാൻ ഇവന് വെള്ളം കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നാൽ 2 പാത്രം മാറ്റി മാറ്റി എപ്പോഴും കഴുകി നമ്മുടെ അക്വഗാർഡിൽ നിന്ന് എടുക്കുന്ന വെള്ളം തന്നെ കേട്ടോ കൊടുക്കുന്നത്, അല്ലാതെ അവന് വേറെ വെള്ളം ഞങ്ങൾ കൊടുക്കാറില്ല. കാരണം ഇവർക്ക് ചീത്ത വെള്ളം കൊടുത്താലേ പിന്നെ മഞ്ഞപ്പിത്തമൊക്കെ വന്ന് കയറാം. അപ്പോൾ അത് എന്നോട് ഡോക്ടർ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല വെള്ളമേ കൊടുക്കുള്ളൂ, അല്ലാതെ ഈ പൈപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്ന വെള്ളമൊന്നും കൊടുക്കാറില്ല. നമ്മൾ കുപ്പിയിലെടുത്ത് വെച്ച് അക്വഗാർഡിലുള്ള വെള്ളം തന്നെയാണ് അവന് കൊടുക്കുന്നത്. എനിക്ക് പേടിയായിട്ടോ, കാരണം ഇവന് വലിയ പെറ്റല്ലേ, എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രയും ഇവനെ ഞാൻ നോക്കാമോ അത്രയും സുരക്ഷിതമായി നോക്കുന്നുണ്ട്. ഞാൻ ഇവനോട് പറഞ്ഞേ, മോനെ നിന്നെ ഇത്ര അധികം നോക്കിയിട്ടാണ് നിനക്കെപ്പോഴും ഈ അലർജി വരുന്നത് അല്ലേടാ, പുറത്തൊന്നും ഇറക്കാതെ, വെള്ളത്തിലധികം ഇറക്കാതെ, ചൂടുവെള്ളം ലുക്ക് വാം വാട്ടറിൽ കുളിപ്പിച്ച് അവൻ്റേതായ പെറ്റിൻ്റെ ഷാമ്പു ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഡോക്ടർ തരുന്ന ഷാമ്പു, ഡോക്ടർ പറയുന്ന ഫുഡ്, ഡോക്ടർ പറയുന്ന മെഡിസിൻ, അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പെറ്റിന് എന്തൊക്കെ കൊടുക്കാം, പെറ്റിന് എന്തൊക്കെ കൊടുത്തില്ല എന്ന് അയാളുടെ റൈറ്റ് എഴുതി വച്ചിട്ടുണ്ട്. അതിൽ എന്താണ് കൊടുക്കേണ്ടത് അത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, പൊന്നു മോനെ നിന്നെ ഇത്ര അധികം നോക്കിയിട്ട് എങ്ങനെയാടാ ഈ കാലിൽ ഇങ്ങനെ അലർജി വരുന്നത്. ഞാൻ ഡോക്ടറിനോട് വാറ് ചോദിച്ചു കേട്ടോ, വല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് അത് വരാതിരിക്കേണ്ട വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 ടെസ്റ്റ് നടക്കുന്ന കൂട്ടത്തിൽ അത് വേണമെങ്കിൽ ചെയ്തു വിടാം. പക്ഷേ അത് അങ്ങനെയല്ല, ലാഭാണ്, അവർക്ക് സ്കിൻ ഡിസീസ് വരും. ഇത് ടൈം ആകുമ്പോൾ വരും. അത് എത്ര എന്നാലും അവർ ഈ എപ്പോഴും നക്കുമല്ലോ കൈ, അപ്പോൾ നക്ക് വരുമ്പോൾ അവരുടെ ഈ വായിൽ നിന്ന് വരുന്ന ഇത് അതുകൊണ്ടിട്ടാവാം, ചിലപ്പോൾ വെറ്റിൻ്റെ പ്രശ്നമാവാം, ചിലപ്പോൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ചില പെറ്റിനൊന്നും പുറത്തെ പപ്പീസ് നടക്കുമ്പോഴും അങ്ങനെ എന്തോ ഇത് പറഞ്ഞു ഡോക്ടർ. പല കാരണങ്ങളും ഉണ്ടാകും കേട്ടോ. ലാഭമാകുമ്പോൾ അവർക്ക് കൂടുതൽ സ്കിൻ ഡിസീസാണ് വരുന്നത്. പിന്നെ നമ്മൾ വലിയ പെറ്റക്കായി എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. നമുക്ക് പെണ്ണുങ്ങൾക്കൊന്നും ഇത് പൊക്കാനൊന്നും പറ്റത്തില്ല, ആണുങ്ങൾ തന്നെ വേണം അവരെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവനെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കും കേട്ടോ. ഇനിയിപ്പോൾ അച്ഛൻ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ മാർക്കറ്റിലെ സാധനങ്ങൾ പച്ചക്കറികളെല്ലാം ഞാൻ എല്ലാം കഴുകി അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. കഴുകി ഇവൻ്റെ ഇറച്ചിയൊക്കെ കഴുകി വെക്കണം. എല്ലാ പച്ചക്കറി കഴുകിയിട്ട് ഞാൻ വെക്കുള്ളൂ. അത് ധന്യപത്ത മല്ലിപ്പത്ത ആവട്ടെ, മല്ലിയില ആവട്ടെ, എന്ത് സാധനം കഴുകി അതിൻ്റേതായ ബോക്സിൽ വെക്കും കേട്ടോ. ഇവിടെ പിന്നെ മോനൊക്കെ അങ്ങനെ വേണം, ഫ്രിഡ്ജ് തുറന്നാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ നോക്കട്ടെ. അവന് അവിടെ ഇരുന്ന് മതിയായി കേട്ടോ. അപ്പോൾ അവനിവിടെ വന്ന് കിടക്കുന്ന. അപ്പോൾ ഷീറ്റ് മാറലൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു പാടാവും കേട്ടോ. പിന്നെയും എണീറ്റ് അച്ഛ വരണുണ്ടോ നോക്കുന്നു, കുറച്ച് നേരം കിടക്കും, പിന്നെയും പോവും, അച്ഛ വരണുണ്ടോ നോക്കും. എടാ അച്ഛ വീട്ടിലേക്കല്ലേടാ വരുള്ളൂ, എവിടെ പോകാനാ? വേറെ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ ഇവിടെ? ഈ ഇത്രയും കൾക്കട്ടെ കിടക്കുന്ന നമുക്ക് റിലേറ്റീവ്സിൻ്റെ വീട് പോലും ഇല്ല പോവാൻ. അമ്മി അച്ഛയൊക്കെ എവിടെ പോകാനാ? ഇവിടെ തന്നെ ഉണ്ടാവും. കണ്ടു അവിടെ ഇരിക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും വരും. എല്ലാവർക്കും ഒന്ന് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം പറഞ്ഞു കൊടുത്തേ പൊന്നു, ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒന്ന് പറഞ്ഞു കൊടുത്തേ. എല്ലാവർക്കും ഒന്ന് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം പറഞ്ഞു കൊടുത്തേ. മോൻ്റെ സ്വാഗതവും ടാറ്റയൊക്കെ കാണാൻ ആൾക്കാരുണ്ട്, ഒന്ന് പറഞ്ഞു കൊടുത്തേ. സ്വാഗതം, ടാറ്റ. എങ്ങനെ ദീപക്കിന് ടാറ്റ പറയുന്നത്? ദീപക്കിന് എങ്ങനെ ടാറ്റ പറയുന്നത്? ദീപക്കിന് ഭയങ്കര കാര്യം കേട്ടോ, അവന് ഭയങ്കര കാര്യമാണ് ദീപക്കിന്. എങ്ങനെ മോനെ ടാറ്റ പറയുന്നത്? നമ്മുടെ പൊന്ന് എങ്ങനെ ടാറ്റ പറയുന്നത്? ഇവനുള്ളതുകൊണ്ട് ഡെയിലി നമുക്ക് തുടക്കണം കേട്ടോ. എങ്ങനെ ടാറ്റ പറയുന്നത്? നമ്മുടെ പൊന്നൊന്ന് ടാറ്റ പറയും. ടാറ്റ നിങ്ങൾ കണ്ടല്ലോ, ടാറ്റ. വെരി ഗുഡ് മമ്മിയുടെ മുന്ന മോനെ പറഞ്ഞാൽ അനുസരിക്കണം. നല്ല അനുസരണയാണ് കേട്ടോ, ഒബീഡിയൻ്റാണ്, നല്ല ഒബീഡിയൻ്റാണ്. അതുപോലെ അവന് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സാധനമല്ല, നിത്യകൃഷ്ടത, ഡെയിലി മോഹം തുടയ്ക്കുക. അതുപോലെ അവന് അപ്പിയിട്ട് വന്നാൽ നമ്മൾ ഈ കഴുകി അവന് അത് വരുമ്പം തന്നെ അവൻ നിന്ന് തരും കേട്ടോ, ബാക്കിലേക്ക് തിരിഞ്ഞ്. കാരണം അപ്പിയിട്ട തുടക്കാൻ അതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡാണ്. അപ്പിയിട്ട ഓടി വന്ന് നിന്ന് തരും ബാക്ക് തിരിഞ്ഞ് തുടക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ എടുക്കുന്ന മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്.
പിന്നെ അതുപോലെ കണ്ടില്ലേ അവന് പല്ല് തേപ്പിച്ച് കൊടുക്കണം. അങ്ങനെ പങ്ക്ച്വാലിറ്റി ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് അവന്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നിടത്തൊന്നും അവൻ വന്ന് ഇരിക്കുന്നില്ല. അത് മണപ്പിച്ചാൽ അവൻ അതൊന്ന് കൊടുത്താൽ കഴിക്കില്ല. പിന്നെ ഒരു ഗസ്റ്റൊക്കെ വന്നിരുന്നാലും ഫുഡ് കൊടുക്കുമ്പോൾ അവിടെ വന്നിരിക്കത്തില്ല. അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. അവൻ്റെ ഫുഡ് അവന് കറക്റ്റ് ടൈമിൽ ഞാൻ വാരി കൊടുക്കും. അവനത് കഴിയും. അവൻ്റേതായ രീതിയിലിരിക്കും, വന്നിരിക്കും. പക്ഷേ നമ്മൾ കൊടുത്താലും അവൻ മേടിക്കത്തില്ല, കഴിക്കത്തുമില്ല. അങ്ങനെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മോനുണ്ട്. അപ്പോൾ നാളെ മോൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നാളെ ഒരു നല്ല വിശേഷമൊക്കെ ആയിട്ട് വരാം. മോൻ്റെ നല്ല ഒരു വിശേഷമായിട്ട് വരാം. അതുവരേക്ക് ബൈ പറഞ്ഞ പൊന്നെ, ബൈ പറഞ്ഞേ, ബൈ 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 പറഞ്ഞേ എൻ്റെ പൊന്നെ, ബൈ പറഞ്ഞേ. എനിക്ക് 1000 കൂട്ടം പണിയുണ്ട്. ബൈ, കണ്ടല്ലോ, ബൈ 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 ബൈ. അതുവരേക്ക് ഒന്നും കൂടെ ബൈ ബൈ പറഞ്ഞേ. മാമി നിർത്താൻ പോണു, ബൈൻ്റെ ചെയ്യാൻ പോകുന്നത്. ബൈ പറഞ്ഞേ, പെട്ടെന്ന് ബൈ തരണം. പറയാ പൊന്നു, ബൈ ബൈ. ഇവിടെ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ബൈ ബൈ. ഓക്കെ, നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.